വീഡിയോ ശ്രദ്ധിക്കുന്ന എല്ലാവർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം പറയുന്നു. കർത്താവായ യേശുക്രിസ്തു ഇത്രമാത്രം മഹാനായ വ്യക്തിയായിരുന്നിട്ട്, അല്ലെങ്കിൽ ശ്രേഷ്ഠനായിട്ട് ഉന്നതനായിരുന്നിട്ട്, എന്തുകൊണ്ടാണ് ബൈബിൾ ഒഴികെ മറ്റൊരു ചരിത്ര പുസ്തകങ്ങളിലും യേശുക്രിസ്തുവിനെക്കുറിച്ച് പ്രതിപാദിക്കാത്തത് എന്ന് ചോദിക്കുന്ന അനേകരുണ്ട് എന്നുള്ളത് ഒരു വസ്തുതയാണ്. അക്കാരണം കൊണ്ട് ബൈബിളിലല്ലാതെ മറ്റ് ഗ്രന്ഥങ്ങളിലൊന്നും യേശുക്രിസ്തുവിനെക്കുറിച്ച് ആധികാരികമായി ഒന്നും പ്രസ്താവിക്കാത്തത് കൊണ്ട് യേശുക്രിസ്തു ഒരു ചരിത്ര പുരുഷനേ അല്ല എന്ന് ധരിക്കുന്ന, അല്ലെങ്കിൽ യേശുവിനെ നിഷേധിക്കുന്ന വ്യക്തികളും നമ്മുടെ സമൂഹത്തിലുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് യേശുക്രിസ്തുവിൻ്റെ ചരിത്രം ഈ ബൈബിളിലല്ലാതെ മറ്റ് ചരിത്ര ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്താത്തത് എന്നുള്ളതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. അതെല്ലാം ഞാൻ വിവരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. എന്നാൽ യേശുക്രിസ്തു പറഞ്ഞ ഒരു വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞാനത് പറഞ്ഞു തുടങ്ങാം. യേശുക്രിസ്തു പറഞ്ഞ ഒരു വചനം ഇതാണ്. അത് ബൈബിളിലെ യോഹന്നാൻ എഴുതിയ സുവിശേഷം 5-ാം അധ്യായം അതിന് 41-ാമത്തെ വാക്യത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവിടെ ഇങ്ങനെ വായിക്കുന്നു: ഞാൻ മനുഷ്യരോട് ബഹുമാനം വാങ്ങുന്നില്ല. യേശുക്രിസ്തു പറഞ്ഞ ഒരു വചനമാണ്, ഞാൻ മനുഷ്യരോട് ബഹുമാനം വാങ്ങുന്നില്ല. ഈ മനോഭാവമുള്ള യേശുക്രിസ്തുവിനെ മറ്റ് ചരിത്ര ഗ്രന്ഥങ്ങളിൽ പ്രതിപാദിക്കാത്തത് ഒരത്ഭുതമൊന്നുമല്ല. കാരണം യേശുക്രിസ്തുവിൻ്റെ മനോഭാവം എന്ന് പറയുന്നത് ഞാൻ മനുഷ്യരുടെ ബഹുമാനം വാങ്ങുന്നില്ല എന്നുള്ളതാണ്. ഈ ചരിത്ര പുസ്തകങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന മഹാന്മാരെല്ലാവരും ഒരു സാധാരണ മനുഷ്യൻ ജനിക്കുന്നത് പോലെ ജനിച്ചിട്ട് അവൻ്റെ ജീവിതകാലത്ത് അസാധാരണമായ ചില പ്രവൃത്തികൾ ചെയ്യുകയും ചില കണ്ടുപിടുത്തങ്ങൾ നടത്തുകയും ചെയ്തതിൻ്റെ പേരിലാണ് അവർ ചരിത്ര ഗ്രന്ഥങ്ങളിൽ ഇടം നേടുന്നതും ചരിത്ര പുരുഷന്മാരായി തീർന്നതും. അപ്പോൾ ഒരു സാധാരണ മനുഷ്യനായി ജനിച്ച് അസാധാരണമായ പല കാര്യങ്ങളും ചെയ്തും കണ്ടുപിടിച്ചും പ്രവർത്തിച്ചുമൊക്കെ വന്ന മഹാന്മാരാണ് ചരിത്ര രേഖകളിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ചരിത്ര പുരുഷന്മാർ. എന്നാൽ യേശുക്രിസ്തു എന്ന മഹത് വ്യക്തി സാധാരണ മനുഷ്യൻ ജനിക്കുന്നത് പോലെ ജനിച്ചവനല്ല, മറിച്ച് അവൻ അസാധാരണമായ വിധം ജനിച്ച മനുഷ്യനാണ്. അങ്ങനെ അസാധാരണമായ വിധം ജനിച്ച മനുഷ്യൻ സാധാരണമായ മനുഷ്യനെ പോലെ മനുഷ്യരുടെ ഇടയിൽ ജീവിച്ചു എന്നുള്ളതാണ്. അപ്പോൾ അസാധാരണമായി ജനിച്ച ഒരു മനുഷ്യൻ സാധാരണ മനുഷ്യനായി സാധാരണ മനുഷ്യരുടെ ഇടയിൽ ജീവിച്ചു വരവേ അവൻ മറ്റുള്ളവരെ പോലെ അറിയപ്പെടുന്ന വ്യക്തിയല്ല എന്നുള്ളതാണ്. എന്നാൽ യേശുക്രിസ്തുവിൻ്റെ ജീവിതത്തിൽ യേശുക്രിസ്തു ഈ ലോകത്തിൽ വന്നതിൻ്റെ ലക്ഷ്യത്തെക്കുറിച്ചും യേശുക്രിസ്തുവിൻ്റെ പഠിപ്പിക്കലുകളെക്കുറിച്ചും നമ്മൾ മനസ്സിലാക്കുമ്പോൾ യേശുക്രിസ്തു പറഞ്ഞ 2 കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ യേശുക്രിസ്തുവിൻ്റെ പേരോ അവൻ്റെ ജീവിത കാര്യങ്ങളോ ചരിത്രരേഖകളിൽ രേഖപ്പെടുത്തേണ്ട ആവശ്യമില്ല. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, യേശുക്രിസ്തു പറഞ്ഞത് ഞാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നിരിക്കുന്നു എന്നാണ്. എന്നിട്ട് യേശുക്രിസ്തു പറഞ്ഞത് ഞാൻ സ്വർഗീയമായ കാര്യങ്ങൾ സംസാരിക്കുന്നു എന്നാണ്. അപ്പോൾ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന് സ്വർഗീയ കാര്യങ്ങൾ സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ് കർത്താവായ യേശുക്രിസ്തു. അതുകൊണ്ടാണ് യേശുക്രിസ്തു മറ്റൊരിക്കൽ ഇങ്ങനെ പറഞ്ഞു, എൻ്റെ രാജ്യം ഭൗമികമല്ല, ഐഹികമല്ലാത്ത ഒരു രാജ്യത്തെക്കുറിച്ച് സംസാരിക്കുകയായിരുന്നു യേശുക്രിസ്തു. അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ വരവ് സ്വർഗത്തിൽ നിന്നാണ്. യേശുക്രിസ്തു ഈ ഭൗമികമായ രാജ്യത്ത്, ലോകത്ത് ഏകദേശം 33.5 വർഷക്കാലം ജീവിച്ചു. അതിനുശേഷം യേശുക്രിസ്തു എവിടെ നിന്ന് വന്നോ അവിടേക്ക് അവൻ തിരിച്ചുപോയി എന്നുള്ളതാണ്. അപ്പോൾ യേശുക്രിസ്തു അസാധാരണമായി ജനിച്ച ആ വ്യക്തി
ഈ ഭൗമിക ലോകത്തിലെ കാര്യങ്ങൾ പറയുകയോ പഠിപ്പിക്കുകയോ ആസ്വദിക്കുകയോ ചെയ്യുവാനല്ല ഈ ലോകത്തിൽ ജീവിച്ചത്. മറിച്ച് അഭൗമികമായ ഒരു ലോകത്തെക്കുറിച്ച് പറയുവാനും പഠിപ്പിക്കുവാനും അതിൻ്റെ അടയാളങ്ങളെ പ്രത്യക്ഷീകരിക്കുവാൻ വേണ്ടിയാണ് യേശുക്രിസ്തു ലോകത്തിൽ ജീവിച്ചത്. ആ ഉദ്ദേശം നിവർത്തിച്ച ശേഷം അവൻ വന്ന സ്ഥലത്തേക്ക് മടങ്ങിപ്പോയി എന്നുള്ളതാണ്. അപ്പം ലോകമഹാന്മാരുടെ ഗ്രന്ഥങ്ങളിൽ അല്ലെങ്കിൽ ലോക ചരിത്രത്തിൻ്റെ ഗ്രന്ഥങ്ങളിൽ യേശുക്രിസ്തുവിനെ പ്രതിപാദിക്കാത്തതിൻ്റെ കാരണം യേശുക്രിസ്തുവിനോട് തുലനം ചെയ്യാവുന്ന ഒരു ചരിത്രം വേറെ ഇല്ല എന്നുള്ളതാണ്. യേശുക്രിസ്തുവിൻ്റെ ചരിത്രം പോലെ വിവരിക്കുവാൻ, വർണ്ണിക്കുവാൻ, ഉയർത്തിപ്പിടിക്കുവാൻ പറ്റിയ ഒരു ചരിത്രവും വേറെ ഇല്ല എന്നുള്ളത് കൊണ്ടാണ് മറ്റ് ചരിത്ര ഗ്രന്ഥങ്ങളിൽ യേശുക്രിസ്തുവിനെ പ്രതിപാദിക്കാതിരിക്കുന്നത്. അതായത് മറ്റ് ചരിത്ര ഗ്രന്ഥങ്ങളോട് ചേർത്തെഴുതി മറ്റ് ഈ ലോക ചരിത്ര മഹാന്മാരുടെ ഒപ്പം തുലനം ചെയ്യുവാൻ പറ്റിയ വ്യക്തിയല്ല യേശുക്രിസ്തു എന്നുള്ളത് കൊണ്ട് ഈ മഹാന്മാരുടെ ലിസ്റ്റിൽ യേശുക്രിസ്തുവിൻ്റെ പേര് ഉൾപ്പെടുത്തിയിട്ടില്ല എന്നുള്ളതാണ്. യേശുക്രിസ്തുവിൻ്റെ പേര് മറ്റ് മഹാന്മാരുടെ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിരുന്നാൽ അല്ലെങ്കിൽ മറ്റ് ചരിത്രങ്ങളോടൊപ്പം ചേർത്ത് വെച്ചാൽ അതേ നിലവാരത്തിൽ തന്നെ യേശുക്രിസ്തുവിൻ്റെ ചരിത്രം കാണുവാനും പഠിക്കുവാനും കഴിയത്തുള്ളൂ. അതുകൊണ്ട് യേശുക്രിസ്തുവിൻ്റെ ചരിത്രം മറ്റ് ലോക ചരിത്രത്തിൽ നിന്നും മഹാന്മാരിൽ നിന്നും വ്യത്യസ്തമായതുകൊണ്ട് ആ ചരിത്ര ഗ്രന്ഥങ്ങളിൽ അത് എഴുതി ചേർക്കാൻ സാധ്യമല്ല എന്നുള്ളതാണ്. അതിൻ്റെ കാരണം യേശുക്രിസ്തു പറഞ്ഞത് എങ്ങനെയാണ്? ഈ മഹാന്മാരെയെല്ലാം ലോകം ആദരിക്കുകയും ഓർമ്മിക്കുകയും ബഹുമാനിക്കുകയും ഒക്കെ ചെയ്യുന്ന ഈ മഹാന്മാരുടെ കൂട്ടത്തിൽ യേശുക്രിസ്തു പറഞ്ഞത്, ഞാൻ ലോകത്തിൻ്റെ മാനം അന്വേഷിക്കുന്നില്ല. എല്ലാ ചരിത്ര പുരുഷന്മാരും അല്ലെങ്കിൽ ഈ ലോകത്തിലെ മഹാന്മാരായി തീർന്നിട്ടുള്ളവരെല്ലാം ലോകത്തിൻ്റെ ബഹുമാനം ആഗ്രഹിക്കുന്നവരാണ്. അതുകൊണ്ട് അവരെക്കുറിച്ച് എഴുതുവാൻ എഴുത്തുകാരുണ്ടായി. ആ എഴുത്തുകാരാൽ എഴുതപ്പെട്ട വ്യക്തികളെ തലമുറകളായി ബഹുമാനിച്ചും ആദരിച്ചും വരുന്നു എന്നുള്ളതാണ്. എന്നാൽ യേശുക്രിസ്തു ജനിച്ചത് യഹൂദമതത്തിലായതുകൊണ്ട് യഹൂദന്മാർ യേശുക്രിസ്തുവിനെ യഹൂദന്മാരുടെ രക്ഷകനായി അംഗീകരിക്കാത്തത് കൊണ്ട്, കാരണം യേശുക്രിസ്തു യഹൂദന്മാരെ രക്ഷിക്കുവാൻ വന്ന രാജാവാണ് എന്ന് അവർക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. കാരണം യഹൂദന്മാരുടെ രാജാവ് ജനിക്കുന്നത് ഒരു കൊട്ടാരത്തിലായിരിക്കുമെന്നും അവൻ മറ്റ് യഹൂദന്മാരുടെ ശത്രുക്കളായിരിക്കുന്ന രാഷ്ട്രങ്ങളോട് പടവെട്ടി അവരെ അതിൽ നിന്ന് രക്ഷിക്കുമെന്നും വിചാരിച്ചിരുന്ന ആ പ്രതീക്ഷയ്ക്ക് വിരുദ്ധമായി യേശുക്രിസ്തു ഒരു സത്രത്തിൽ ജനിച്ച് പുൽത്തൊട്ടിയിൽ കിടന്ന് ഒരാശാരി കുടുംബത്തിൽ വളർന്ന് വന്ന ആ മനുഷ്യൻ, ആ വ്യക്തിയെ യഹൂദന്മാർ അംഗീകരിച്ചിരുന്നില്ല എന്നുള്ള കാരണം കൊണ്ട് യഹൂദ ചരിത്രകാരന്മാരൊന്നും യേശുക്രിസ്തുവിൻ്റെ സമകാലികമായിരുന്ന ചരിത്രകാരന്മാരൊന്നും യേശുക്രിസ്തുവിനെക്കുറിച്ച് എഴുതിയില്ല എന്നുള്ളതാണ്. കാരണം യഹൂദ മതത്തിൽ ആരും യേശുക്രിസ്തുവിനെ അംഗീകരിക്കാത്തത് കൊണ്ട് യഹൂദ ചരിത്രകാരന്മാർ യേശുക്രിസ്തുവിനെ പ്രതിപാദിച്ചില്ല എന്നുള്ളതാണ് ഒരു കാരണം. എന്നാൽ യേശുക്രിസ്തുവിനെ ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടില്ല എന്നുള്ള കാരണം കൊണ്ട് യേശുക്രിസ്തു ജീവിച്ചിരുന്നില്ല, അങ്ങനെ ഒരു മനുഷ്യനുണ്ടായില്ല എന്ന് നിഷേധിക്കുന്ന വ്യക്തികളോട് ചരിത്ര പുസ്തകത്തിൽ ഇല്ല എന്നുള്ളത് കൊണ്ടോ ബൈബിളിൽ ഉണ്ട് എന്നുള്ളത് കൊണ്ടോ അല്ല യേശുക്രിസ്തു ഉണ്ടെന്നുള്ളതിൻ്റെ തെളിവ്. അപ്പം ഞാനിങ്ങനെ ഒരു പ്രാവശ്യം കൂടി ആവർത്തിച്ച് പറയാം. ബൈബിളിൽ യേശുക്രിസ്തുവിനെ കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നത് കൊണ്ട് യേശു ഉണ്ടെന്നും മറ്റ് ചരിത്ര ഗ്രന്ഥങ്ങളിൽ യേശുക്രിസ്തുവിനെ കുറിച്ച് രേഖപ്പെടുത്താത്തത് കൊണ്ട് യേശുക്രിസ്തു ഇല്ല എന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. അതിനുള്ള തെളിവ് ഇത് രണ്ടുമല്ല. യേശുക്രിസ്തു ഉണ്ടെന്നുള്ളതിൻ്റെ തെളിവ് ബൈബിളുമല്ല, യേശുക്രിസ്തു ഇല്ല എന്നുള്ളതിൻ്റെ തെളിവ് ചരിത്ര ഗ്രന്ഥങ്ങളുമല്ല. എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ ഇങ്ങനെ പറയാം. യേശുക്രിസ്തു ഉണ്ട് എന്നുള്ളതിൻ്റെ തെളിവ് ഉണ്ടായിരുന്നു എന്നല്ല, യേശുക്രിസ്തു ഉണ്ടായിരുന്നു ഇന്നും ഉണ്ട് എന്നുള്ളതിൻ്റെ തെളിവ് ഒരൊറ്റ തെളിവ് മാത്രമേ നമുക്ക് കണ്ടെത്താൻ കഴിയുന്നത് ക്രിസ്ത്യാനികളുണ്ട് എന്നുള്ളതാണ്. ക്രിസ്ത്യാനികളുണ്ട് എന്നുള്ളതാണ്. അതായത് 2000-ലധികം വർഷങ്ങളായിട്ട്
ഈ ഭൂമണ്ഡലത്തിൽ നിലനിൽക്കുന്ന ഒരു ക്രിസ്തീയ സമൂഹമുണ്ട്. ക്രിസ്ത്യാനികൾ എന്ന് പറയുന്ന ഒരു സമൂഹമുണ്ട്. ആ സമൂഹം ഉണ്ടായത് ബൈബിൾ ഉണ്ടായതുകൊണ്ടോ അല്ലെങ്കിൽ ചില തത്വചിന്തകൾ ഉണ്ടായതുകൊണ്ടോ അല്ലെങ്കിൽ ലോകത്തിൻ്റെ ചരിത്ര ഗ്രന്ഥങ്ങൾ ഉണ്ടായതുകൊണ്ടോ അല്ല ക്രിസ്ത്യാനികൾ ഉണ്ടായത്. ക്രിസ്തു ഉണ്ടായിരുന്നത് കൊണ്ടാണ് ക്രിസ്ത്യാനികൾ ഉണ്ടായത്. അപ്പോൾ എങ്ങനെയാണ് ക്രിസ്ത്യാനികൾ ഇന്ന് 2000-ലധികം വർഷമായി ഭൂമിയിൽ നിൽക്കുന്നതെന്നറിയാവോ? ക്രിസ്ത്യാനികൾ ഉണ്ടായത് ഒരു ഇല്ലാത്ത മനുഷ്യൻ്റെ പേര് പറഞ്ഞ് അല്ലെങ്കിൽ ഒരു സാങ്കല്പികമായ ഒരു വ്യക്തിയുടെ പേര് പറഞ്ഞ് ഒരു സാങ്കല്പികമായ ഉപദേശം സൃഷ്ടിച്ച് അതിനെ വിശ്വസിച്ചുകൊണ്ട് ക്രിസ്ത്യാനികളായവരല്ല ഇന്ന് ഈ കാണുന്ന ക്രിസ്തീയ സമൂഹം. മറിച്ച് യേശുക്രിസ്തുവിനോട് കൂടെ നടന്ന, യേശുക്രിസ്തുവിൻ്റെ ഉപദേശങ്ങൾ ശ്രവിച്ച, യേശുക്രിസ്തുവിന് വേണ്ടി മരിക്കുവാൻ തയ്യാറായ, യേശുക്രിസ്തുവിൻ്റെ ഉപദേശത്തിന് വേണ്ടി നിലനിന്ന് യേശുക്രിസ്തുവിൻ്റെ ഉപദേശത്തിന് വേണ്ടി പീഡകൾ സഹിച്ച് യേശുക്രിസ്തുവിന് വേണ്ടി രക്തസാക്ഷി മരണം വരിച്ച ആദ്യ കാലത്തുള്ള യേശുക്രിസ്തുവിൻ്റെ കൂടെ നടന്ന ശിഷ്യന്മാരാൽ അന്ന് തുടങ്ങി ഇന്നു വരെയുള്ള യേശുക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരുടെ സമൂഹമാണ് ക്രിസ്ത്യാനികൾ എന്ന് പറയുന്നത്. അപ്പോൾ ആ ക്രിസ്ത്യാനികൾ ഉണ്ടായത് ക്രിസ്തു ഉള്ളത് കൊണ്ടാണ്. ആ യേശുക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരായിരുന്ന ക്രിസ്ത്യാനികൾ ഒരു ഇല്ലാത്ത മനുഷ്യന് വേണ്ടി അല്ലെങ്കിൽ ഒരു സാങ്കല്പിക മനുഷ്യന് വേണ്ടി രക്തസാക്ഷികളാകുമെന്ന് സാമാന്യ ബുദ്ധിയുള്ള ആർക്കും ഗ്രഹിക്കാൻ കഴിയത്തില്ല. എന്നാൽ ലോകചരിത്രം പഠിച്ചാൽ ഒരുപക്ഷെ ഒരു വ്യക്തിക്ക് വേണ്ടി രക്തസാക്ഷികളായിരിക്കുന്ന രക്തസാക്ഷികളുടെ എണ്ണം ഏറ്റവും കൂടുതൽ ക്രിസ്തുവിന് വേണ്ടി രക്തസാക്ഷികളായിരിക്കുന്നവരാണ്. അതായത് ക്രിസ്തു എന്ന ഒരു വ്യക്തിക്ക് വേണ്ടി രക്തസാക്ഷികളായിരിക്കുന്നവരുടെ കണക്കാണ് രക്തസാക്ഷികളുടെ എണ്ണത്തിൽ മുൻപന്തിയിൽ നിൽക്കുന്നത്. ഞാനിങ്ങനെ പറയാം, ഇസ്ലാം മതം പ്രചരിപ്പിക്കുവാൻ വേണ്ടി യുദ്ധങ്ങളുണ്ടായിട്ടുണ്ട്, കൊള്ളയുണ്ടായിട്ടുണ്ട്, അതിക്രമങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ പല മതങ്ങളും വളർച്ചയ്ക്ക് വേണ്ടി മറ്റു മതങ്ങളെയും മതസ്ഥരെയും കൊന്നു മതങ്ങൾ വളർന്നു വന്നപ്പോൾ ക്രിസ്തുമതം അഥവാ ക്രിസ്ത്യാനികൾ എന്ന് പറയുന്നവർ മരിച്ചു വളരുകയാണ് ചെയ്തത്. ക്രിസ്തുമതമൊഴികെ മറ്റെല്ലാ മതങ്ങളും വളർന്നു വന്നത് മറ്റുള്ളവരെ നിഗ്രഹിച്ചും യുദ്ധം നടത്തിയും കൊള്ളയടിച്ചും ഭീഷണിപ്പെടുത്തിയും മറ്റു മതങ്ങൾ വളർന്നു വന്നപ്പോൾ ക്രിസ്ത്യാനി എന്ന് പറയുന്ന ഒരു മതവിഭാഗം വളർന്നു വന്നത് മരിച്ചാണ്. ആർക്കു വേണ്ടി? ക്രിസ്തു എന്ന വ്യക്തിക്ക് വേണ്ടി മരിച്ച് വളർന്നു വന്ന മതമാണ് ക്രിസ്ത്യാനി എന്ന് പറയുന്നത്. ആ ക്രിസ്തുമതം ഇന്ന് 2000 വർഷമായി, ക്രിസ്ത്യാനികൾ എന്ന് പറയുന്ന ശിഷ്യ സമൂഹം ഇന്ന് 2000 വർഷമായി ഈ ഭൂതലത്തിൽ നിലനിൽക്കുന്നതിൻ്റെ ശക്തി എന്ന് പറയുന്നത് യേശുക്രിസ്തു എന്ന് പറയുന്ന ആ വ്യക്തിയുടെ ആ ജീവിത ശൈലിയെ പിന്തുടരുന്നത് കൊണ്ടാണ് ഇന്നും നിലനിൽക്കുന്നത് എന്നുള്ള സത്യം നാം മനസ്സിലാക്കണം. അപ്പോൾ ബൈബിളിൽ യേശുക്രിസ്തുവിനെ കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നത് കൊണ്ട് ഒരു ക്രിസ്ത്യാനി ഇവിടെ നിലനിൽക്കുന്നു എന്നല്ല, മറിച്ച് അപ്രമേയമായ ഏതോ ഒരു ശക്തി മനുഷ്യനിൽ രൂപാന്തരപ്പെടുത്തിക്കൊണ്ട് ക്രിസ്തു എന്ന വ്യക്തിയുടെ തത്വത്തെ അനുകരിച്ചുകൊണ്ട് അവൻ്റെ ഉപദേശത്തെ അനുസരിച്ചുകൊണ്ട് യേശുക്രിസ്തുവിനെ അനുഗമിക്കുകയും യേശുക്രിസ്തു എന്ന വ്യക്തിയെപ്പോലെ തന്നെ യേശുക്രിസ്തുവിന് വേണ്ടി രക്തസാക്ഷിയാവുകയും ചെയ്തുകൊണ്ട് വളർന്നു വന്ന ഒരു സമൂഹമാണ് ക്രിസ്ത്യാനി എന്ന് പറയുന്ന സമൂഹം. അപ്പോൾ ക്രിസ്ത്യാനി എന്ന് പറയുന്ന സമൂഹം 2000-ലധികം വർഷമായിട്ട് ഇന്ന് വളർന്നു വരുന്നതല്ലാതെ നശിച്ചു പോകുന്നില്ല എന്നുള്ളതാണ്. അതിനെ നശിപ്പിക്കാൻ ശ്രമിച്ച എത്രയോ ചരിത്രങ്ങൾ നമുക്ക് വായിക്കാനായിട്ട് കഴിയും. നമ്മുടെ ഇന്ത്യയിൽ തന്നെ എത്രയോ മിഷണറിമാരെ കൊന്നുകളഞ്ഞ ചരിത്രമുണ്ട്. ആ മിഷണറിമാരെല്ലാം മരിക്കുവാൻ തയ്യാറായത് അല്ലെങ്കിൽ രക്തസാക്ഷികളാകുവാൻ തയ്യാറായതിൻ്റെ കാരണം ഒരു ജനിക്കാത്ത അല്ലെങ്കിൽ ഇല്ലാത്ത സാങ്കല്പികമായ ഒരു മനുഷ്യന് വേണ്ടി മരിച്ചതല്ല. ജീവനുള്ള ജീവിപ്പിക്കുന്നവനായ അത്യുന്നതനായ ദൈവത്തിൻ്റെ പുത്രനായ അസാധാരണമായി ലോകത്തിൽ അവതരിച്ച് സാധാരണമായ മനുഷ്യരുടെ ഇടയിൽ വളർന്ന് സാധാരണമായ മനുഷ്യർക്ക് നന്മ ചെയ്തുകൊണ്ട്
സാധാരണമായ മനുഷ്യർക്ക് വേണ്ടി ഭാവിയിൽ ഒരു രാജ്യം ഒരുക്കുന്നുണ്ടെന്ന് പഠിപ്പിച്ച് ആ രാജ്യത്തിൻ്റെ വ്യവസ്ഥിതികളെ സത്യം ഗ്രഹിക്കുവാൻ കഴിവുള്ള ജനത്തെ പഠിപ്പിച്ച ആ മഹത് വ്യക്തിയായ യേശുക്രിസ്തുവിനെ അന്ന് അനുഗമിച്ച ശിഷ്യ സമൂഹത്തെ പോലെ തന്നെ ഇന്നും അവർ അനുഗമിച്ചു വരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ക്രിസ്ത്യാനികൾ എന്ന് പറയുന്ന സമൂഹം 2000-ലധികം വർഷമായി ഇന്നും ഭൂമണ്ഡലത്തിലുള്ളത്. അവരെ നിലനിർത്തുന്നത് ബൈബിളല്ല, ആ ബൈബിളിൽ എഴുതപ്പെട്ടിരിക്കുന്ന വ്യക്തിയായ യേശുക്രിസ്തു എന്ന വ്യക്തിയുടെ കൃപയും അവൻ്റെ ആത്മാവുമാണ് ക്രിസ്ത്യാനികളെ ഇന്ന് നിലനിർത്തുന്നത്. അപ്പോൾ ക്രിസ്തുവിൻ്റെ ഉപദേശത്തെ അനുസരിക്കുന്ന ഒരു വ്യക്തിക്ക് പരിവർത്തനം വരുത്തുവാൻ കഴിയുന്ന ശക്തി ആ ഉപദേശത്തിനുണ്ട് എന്ന് ലോക ചരിത്രം പഠിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ലോകചരിത്രം എന്ന് ഞാൻ പറയുന്നത് ക്രിസ്ത്യാനികളായി തീർന്ന മനുഷ്യരുടെ ചരിത്രം പഠിച്ചു കഴിഞ്ഞാൽ അവർ ക്രിസ്ത്യാനികളായി തീരുന്നതിന് മുമ്പുണ്ടായിരുന്ന അവരുടെ ജീവിതത്തെയും ക്രിസ്ത്യാനികളായി തീർന്നതിന് ശേഷം അവരുടെ ജീവിതത്തെയും നമ്മൾ തുലനം ചെയ്ത് നോക്കിയാൽ അവർക്ക് പരിവർത്തനം വരുത്തുവാൻ കഴിയുന്ന ഒരു ശക്തി അവരിൽ വ്യാപരിച്ചിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ആ ശക്തിയാണ് അവരെ ഇന്നും സഭയായി സംഘമായി നിലനിർത്തുന്നത്. അതിനെ തകർത്ത് കളയുവാൻ ഈ ലോകത്തിൻ്റെ ഒരു ഭരണകർത്താക്കൾക്കും സാധ്യമല്ല. എന്തുകൊണ്ടെന്നാൽ യേശുക്രിസ്തു തിരുവായും പൊഴിഞ്ഞ് പറഞ്ഞൊരു കാര്യം, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു എന്നാണ് യേശുക്രിസ്തു പറഞ്ഞത്. അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ സർവാധികാരത്തിന് കീഴിൽ യേശുക്രിസ്തുവിൻ്റെ ശിഷ്യഗണങ്ങളായ ക്രിസ്ത്യാനികൾ ഇന്ന് ഭൂമിയിൽ നിറഞ്ഞിരിക്കുന്നതിൻ്റെ കാരണം ബൈബിളിൽ യേശുക്രിസ്തുവിനെ രേഖപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ളത് കൊണ്ടല്ല, അവരിൽ വ്യാപരിക്കുന്ന സ്വർഗീയമായ ഒരു ശക്തി ക്രിസ്തു കൊണ്ടെന്ന് തെളിയിക്കുന്നത് കൊണ്ടാണ്. ആ ശക്തി അവരെ രൂപാന്തരപ്പെടുത്തുവാൻ, ആ ശക്തി അവരെ പുതുമനുഷ്യനാക്കുവാൻ, ആ ശക്തി അവരെ ഈ ലോകത്തിൽ നിന്ന് മറ്റൊരു ലോകത്തിലേക്കുള്ള പ്രത്യാശ നൽകുവാൻ, അല്ലെങ്കിൽ ആ ഉപദേശങ്ങളെ നൽകിയ, അല്ലെങ്കിൽ ആരാണോ നായകനായിരിക്കുന്ന ആ വ്യക്തിക്ക് വേണ്ടി രക്തസാക്ഷികളാകുവാൻ വരെ സഹായിക്കുന്ന ഒരു ശക്തി അവരിൽ വ്യാപരിക്കുന്നു എന്നുള്ളതാണ്. മറ്റു മതങ്ങളെല്ലാം കൊന്നു വളർന്നപ്പോൾ ചത്ത് വളർന്ന മതമാണ് ക്രിസ്തു മതം എന്ന് പറയുന്നത്. അതുകൊണ്ട് എൻ്റെ വീഡിയോ ശ്രദ്ധിക്കുന്ന നിങ്ങളോട് ഞാൻ പറയാം, ചരിത്ര ഗ്രന്ഥങ്ങളിൽ യേശുവിനെ രേഖപ്പെടുത്തിയില്ല എന്ന് കരുതി യേശു എന്ന പുരുഷൻ ഇല്ലാതെ വരുന്നില്ല. ഈ ബൈബിളിൽ യേശുക്രിസ്തു ഉള്ളത് കൊണ്ട് ആ രേഖ വെച്ചുകൊണ്ട് ചുമ്മാ അന്ധമായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നതുമല്ല. യേശുക്രിസ്തു എന്ന് പറയുന്ന ഒരു മഹത് വ്യക്തി ജീവിച്ചിരുന്നു എന്നും ആ വ്യക്തിയുടെ പ്രഭാവം, ആ വ്യക്തിയുടെ തത്വം, ആ വ്യക്തിയുടെ ഉപദേശം മനുഷ്യനെ സ്വാധീനിക്കുകയും മനുഷ്യനെ രൂപാന്തരപ്പെടുത്തുകയും മനുഷ്യനെ ആശ്വസിപ്പിക്കുകയും മനുഷ്യനെ സ്നേഹമുള്ളവനാക്കുകയും ചെയ്തത് തന്നെ യേശുക്രിസ്തു ഉണ്ടെന്നുള്ളതിൻ്റെ തെളിവാണ്. ഈ ലോകത്തിൽ മറ്റു മഹാന്മാരുടെ ഒപ്പം പേര് ചേർക്കാത്തതിൻ്റെ കാരണം മറ്റു മഹാന്മാരോട് തുല്യം ചെയ്യുവാൻ പറ്റുന്നവനല്ല ക്രിസ്തു. ക്രിസ്തുവിനോട് തുല്യനായി നിൽക്കുവാൻ ഈ ലോകത്തിൽ മറ്റൊരു വ്യക്തി ഇല്ല എന്നുള്ളതാണ്. യേശുക്രിസ്തു സ്വർഗത്തിൽ നിന്ന് വന്ന് അസാധാരണമായി ജനിച്ചവനാണെങ്കിലും സാധാരണ മനുഷ്യരുടെ ഇടയിൽ സാധാരണക്കാരനായി ജീവിച്ചു മരിച്ചു. ആ സാധാരണക്കാരനെ അംഗീകരിക്കാൻ യഹൂദന്മാർക്ക് കഴിയാത്തതുകൊണ്ട് യഹൂദ ചരിത്രകാരന്മാർ യേശുക്രിസ്തുവിനെ ചരിത്ര ഗ്രന്ഥങ്ങളിൽ പ്രതിപാദിച്ചില്ല, രേഖപ്പെടുത്തിയില്ല എന്നുള്ളതാണ്. ആ സ്വർഗത്തിൽ നിന്ന് വന്നവൻ, അവൻ്റെ രാജ്യം ഐഹികമല്ല, അവൻ ഈ ലോകക്കാരനല്ല എന്ന് തെളിയിച്ചുകൊണ്ട് അവൻ വന്ന സ്ഥലത്തേക്ക് ഉയർത്തെഴുന്നേറ്റ് കരേറിപ്പോയി എന്നുള്ളതാണ് പരമമായ സത്യം. യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റത് ഏത് ശക്തിയാലാണോ ആ ശക്തിയാണ് ഇന്നത്തെ ക്രിസ്ത്യാനികൾ എന്ന് പറയുന്ന ആ സമൂഹത്തിലുള്ള വ്യക്തികളിൽ വ്യാപരിച്ച് കാണുന്നത്. അതുകൊണ്ടാണ് ആ വ്യക്തികൾക്ക് യേശുക്രിസ്തുവിന് വേണ്ടി രക്തസാക്ഷികളാകുവാൻ പോലും ശക്തി പകരുന്നത്, സഹായം ലഭിക്കുന്നത്. ആ ശക്തിയെ കെടുത്തിക്കളയുവാൻ ഈ ലോകത്തിലെ മറ്റ് യാതൊരു ശക്തിക്കും സാധ്യമല്ല എന്നുള്ളതാണ് പരമാർത്ഥമായ കാര്യം. അപ്പോൾ അതുകൊണ്ട് യേശുക്രിസ്തുവിൻ്റെ ചരിത്രം
ചരിത്ര ഗ്രന്ഥങ്ങളില്ല എന്ന് ഉള്ളതുകൊണ്ട് യേശുക്രിസ്തു ചരിത്രപുരുഷനല്ല എന്ന് നിഷേധിക്കാൻ കഴിയത്തില്ല. ഒരു ഉദാഹരണം കൂടി ഞാൻ പറയാം. ഇന്ന് നമ്മളൊരു തീയതി എഴുതണമെങ്കിൽ പോലും യേശുക്രിസ്തുവിൻ്റെ ജനനത്തെ അടിസ്ഥാനമാക്കിക്കൊണ്ടാണ് തീയതി പോലും കുറിക്കുന്നത്. ചരിത്ര ഗ്രന്ഥകാരന്മാർ ചരിത്രം എഴുതുമ്പോൾ പോലും യേശുക്രിസ്തുവിൻ്റെ ജനനത്തെ അടിസ്ഥാനമാക്കിക്കൊണ്ട് യേശുക്രിസ്തുവിന് മുമ്പുള്ള ചരിത്രം, യേശുക്രിസ്തുവിന് പിമ്പുള്ള ചരിത്രം എന്ന് രണ്ടായി പറയുന്നതിൻ്റെയും കാരണം അടിസ്ഥാനം യേശുക്രിസ്തു എന്ന് പറയുന്ന മഹവ്യക്തി ജീവിച്ചിരുന്നു എന്നുള്ളത് കൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് എൻ്റെ വീഡിയോ ശ്രദ്ധിക്കുന്നത് നിങ്ങളോട് ഞാൻ പറയാം, യേശുക്രിസ്തു എന്ന് പറയുന്നത് ഒരു മിഥ്യയല്ല, ഒരു സാങ്കല്പിക കഥാപുരുഷനല്ല, അല്ലെങ്കിൽ മനുഷ്യൻ കെട്ടിച്ചമച്ചുണ്ടാക്കിയ ഒരു കഥയല്ല. അതിൻ്റെ തെളിവാണ് 2000-ലധികം വർഷമായി മനുഷ്യനെ രൂപാന്തരപ്പെടുത്തുന്ന, മനുഷ്യനെ സ്നേഹമുള്ളവനാക്കി മാറ്റുന്ന, മനുഷ്യനെ രക്തസാക്ഷിയാകുവാൻ സഹായിക്കുന്ന ആ അദൃശ്യമായ ഒരു ശക്തി മനുഷ്യനിൽ, ക്രിസ്ത്യാനികളിൽ വ്യാപരിക്കുന്നു എന്നുള്ളതാണ്. ആ ശക്തിയുടെ ഉടയവൻ ഒരു സാങ്കല്പിക പുരുഷനല്ല. ആ ശക്തിയുടെ ഉടയവൻ ഒരു കെട്ടിച്ചമച്ച കഥയുടെ കഥാനായകനല്ല. ആ ശക്തിയുടെ ഉറവിടം എന്ന് പറയുന്നത് സ്വർഗമാണ്. പ്രപഞ്ചത്തെയും പ്രപഞ്ചത്തിലുള്ള സകലത്തെയും നിർമ്മിച്ച അത്യുന്നതനായ ദൈവത്തിൻ്റെ ശക്തിയാണ് തൻ്റെ പുത്രനായ യേശുക്രിസ്തുവിലൂടെ മാനവജാതിക്ക് പകർന്നു നൽകിയത്. ആ സമൂഹത്തെയാണ് ക്രിസ്ത്യാനികൾ എന്ന് പറയുന്നത്. ആ ക്രിസ്ത്യാനി എന്ന് പറയുന്ന സമൂഹത്തെ തച്ചുടയ്ക്കാൻ കഴിയാത്തവണ്ണം ശക്തിമത്തായ ഒരു ശക്തി പകർന്നു കൊടുത്ത ആ ക്രിസ്തു ചരിത്രപുരുഷനാണ്. സകല മഹാന്മാരെക്കാളും മഹോന്നതനാണ്. അവനെ അടക്കം ചെയ്യുവാൻ ഈ ഭൂമിയിലെ ഒരു കല്ലറയ്ക്ക് പോലും കഴിഞ്ഞില്ല. കല്ലറകളെ ഭേദിച്ച് അവൻ ഈ ഭൂമിയെ ഉപേക്ഷിച്ച് അവൻ്റെ സ്വർഗസ്ഥലങ്ങളിലേക്ക് അവൻ മടങ്ങിപ്പോയി ഇന്ന് സ്വർഗസ്ഥനായിരിക്കുന്നു എന്നുള്ളതാണ്. അത്രമാത്രം മകൾ വ്യക്തിയായ ഒരു വ്യക്തിയുടെ ഏതാനും ചില വാക്കുകൾ ഒരു ചരിത്ര ഗ്രന്ഥത്തിൽ എഴുതിയാൽ മാത്രമേ വിശ്വസിക്കാൻ പറ്റൂ എന്ന് പറയുന്നത് തന്നെ ഒരു ശരിയായ കാര്യമല്ല എന്നുള്ളതാണ്. അപ്പോൾ വേദപുസ്തകം ഇല്ലെങ്കിലും ചരിത്ര പുസ്തകത്തിൽ യേശുവിനെക്കുറിച്ച് പ്രതിപാദിച്ചില്ലെങ്കിലും യേശു ഉണ്ടെന്ന് തെളിയിക്കാവുന്ന ഏറ്റവും വലിയ തെളിവാണ് ക്രിസ്ത്യാനികൾ എന്ന് പറയുന്ന ഒരു സമൂഹം എന്നുള്ളത്. അതുകൊണ്ട് ക്രിസ്തീയ സമൂഹത്തിലുള്ള ഏതൊരു വ്യക്തിയോടും അവരെ പരിവർത്തനം വരുത്തിയ ഒരു ശക്തി അവരിൽ വ്യാപരിച്ചു എന്ന് സാക്ഷ്യം പറയുവാൻ അവർക്ക് കഴിയുമെന്നുള്ളതാണ്. ആ ശക്തി എന്ന് പറയുന്നത് പരിവർത്തനം മാത്രമുള്ളതല്ല, മറിച്ച് ഏത് വ്യക്തിയുടെ ശിഷ്യനായിരിക്കുന്നുവോ ആ വ്യക്തിക്ക് വേണ്ടി മരിക്കുവാൻ വരെ തയ്യാറാക്കുന്ന ശക്തിയാണ് ആ ശക്തി. അപ്പം ആ ശക്തിയാൽ ഭരിച്ച് നടത്തപ്പെടുന്നത് കൊണ്ട് ക്രിസ്തീയ സമൂഹത്തെ തച്ചുടയ്ക്കുവാൻ ഈ ലോകത്തിലെ യാതൊരു വ്യക്തിക്കോ ശക്തിക്കോ സാധ്യമല്ല എന്നുള്ളതാണ്. അതുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. ക്രിസ്തു എന്ന പുരുഷൻ ഒരു മിഥ്യയല്ല, ഒരു സാങ്കല്പിക കഥാപാത്രമല്ല. ഈ ലോകത്തിൽ സാധാരണക്കാരുടെ ഇടയിൽ ജനിച്ച് സാധാരണക്കാരനെ പോലെ ജീവിച്ച് സാധാരണക്കാരനായി ഒരു കുറ്റവാളിയെപ്പോലെ മരിച്ച് 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലിരിക്കുന്ന, ഇന്നും ജീവിക്കുന്ന എല്ലാ മഹാന്മാരും, ചരിത്രങ്ങളിൽ ഇടം നേടിയ എല്ലാ മഹാന്മാരും മരിച്ച് മൺമറഞ്ഞ് കല്ലറയിൽ ഒതുങ്ങിക്കൂടിയപ്പോൾ മരിച്ച് 3-ാം ദിവസം കല്ലറകളെ തുറന്ന് ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലിരിക്കുന്ന, ഇന്നും ജീവിച്ചിരിക്കുന്ന കർത്താവായ യേശുക്രിസ്തു എന്ന് പറയുന്നത് സാക്ഷാൽ ദൈവപുത്രനായ, സാക്ഷാൽ മനുഷ്യരുടെ പ്രതിപുരുഷനായ ആ വ്യക്തി ജീവിച്ചിരുന്ന ഒരു ചരിത്രപുരുഷനാണ് എന്നുള്ള സത്യം നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. ശ്രദ്ധിച്ച എല്ലാവർക്കും ഞാൻ പ്രത്യേകം നന്ദി പറയുകയാണ്. ദൈവം അനുവദിക്കുന്ന പക്ഷം മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.